അമേരിക്കയിൽ ഈ വണ്ടി ഷെഡിൽ നിന്ന് ഇറങ്ങിയാൽ സ്പ്രിങ് ആയി എന്നാണ് അർത്ഥം. ഞങ്ങളുടെ ഭാഗത്തൊക്കെ സ്പ്രിങ് ആയി. അന്നേരമാണ് ഈ വഴിയിലെ കുപ്പയൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഈ സീപ്പർ ഇറങ്ങുന്നത്. അതുപോലെ നമ്മുടെ യാർഡിലുണ്ട് ഒത്തിരി കുപ്പയൊക്കെ വിൻ്റർ സമയത്ത് അക്യുമുലേറ്റ് ചെയ്തേക്കണൊക്കെ അടിച്ചു മാറ്റും ഇവർ. ഇതിന് സ്പ്രിങ് ക്ലീനിങ് എന്നാണ് പറയുന്നത്. ആദ്യം ഇവർ ഈ കുപ്പയൊക്കെ ഭംഗിയായിട്ട് അടിച്ചു മാറ്റുമ്പോൾ അതിനുള്ള പ്ലാസ്റ്റിക് അതിൻ്റെ വേസ്റ്റൊക്കെ ഉള്ളത് അതൊക്കെ എടുത്ത് മാറ്റി വെക്കും. കാരണം ഈ ഇലയൊക്കെ കൊണ്ട് ഡംപ് ചെയ്യുന്നിടത്ത് അവർക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് എടുക്കത്തില്ല. അത് കാരണം അവരും വളരെ കെയർഫുള്ളായിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റൊക്കെ മാറ്റിയിട്ടാണ് ഈ കുപ്പയൊക്കെ അടിച്ചു മാറ്റി അത് കൊണ്ടുപോയിട്ട് അവരുടെ വണ്ടിയെ തന്നെയാണ് അവർ കൊണ്ടുപോയിരുന്നത്. എന്നിട്ടാണ് അവിടുന്ന് ഡംപിങ് യാർഡിലേക്ക് ഇത് കൊണ്ടുപോകുന്നത്. സ്പ്രിങ് ക്ലീനിങ് ആദ്യം ക്ലീൻ ചെയ്യുന്നത്, പിന്നെ അത് കഴിഞ്ഞ് അവർ പുല്ല് വെട്ടിക്കഴിഞ്ഞിട്ട് എയറേഷൻ എന്ന് പറയുന്ന പരിപാടിയുണ്ട്. അതായത് നമ്മുടെ ആ പുല്ലിനകത്ത് ചെറിയ ചെറിയ ഹോൾ ഒരു മെഷീനും കൊണ്ടുണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് സീഡിങ് ചെയ്യും. പുല്ലില്ലാത്ത ഭാഗത്ത് ഒക്കെ അവർ സീഡിട്ടിട്ട് പോകും. സീഡിൻ്റെ കൂടെ ഫെർട്ടിലൈസർ ഇടും. പിന്നെ അന്നേരം പുല്ല് നല്ല ഭംഗിയായിട്ട് പച്ചയായിട്ട് അടിച്ചു കയറി വരും. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പണിയൊക്കെ ഒരു വർഷത്തിന് കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നമ്മുടെ മോൻ തന്നെ പുല്ല് വെട്ടുന്ന കാരണം ഞാൻ പുറത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ള സ്പ്രിങ് ക്ലീനിങ് മാത്രമേ, കാരണം അത് ഇച്ചിരി ഹെവി ഡ്യൂട്ടി പണിയായ കാരണം സ്പ്രിങ് ക്ലീനിങ് മാത്രമേ ഞാൻ ചെയ്യിക്കുള്ളൂ. എനിക്ക് $200 ഇത്രയും പണി അവർ ചെയ്തത്. ഒരു 3/4 മണിക്കൂറിൻ്റെ പണി 5-6 പേര് വന്നിട്ട് ചെയ്തു. ചെറിയ ചെറിയ ചെടികളുടെ ചോട്ടിലെ മണ്ണൊക്കെ കുത്തി ഇളക്കി അത് നല്ല ഭംഗിയായിട്ട് ചെയ്തു. അവർ ചെയ്യുമ്പോൾ നല്ല പ്രൊഫഷണലായിട്ട് ചെയ്യും. അത് കാരണം നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ എഡ്ജൊക്കെ ട്രിം ചെയ്ത് നല്ല ഭംഗിയാക്കിയിടും. നമുക്ക് അത്രയ്ക്ക് ചെയ്താൽ അത്രയ്ക്ക് അങ്ങോട്ട് ഭംഗിയാവത്തില്ല. ഇവർ ചെയ്യുമ്പോൾ ഇവർ പ്രൊഫഷണൽസ് അല്ലേ, അത് കാരണം അവർ ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് ചെയ്യും. നല്ല പണി അവർ ചെയ്തു, നല്ല ഭംഗിയായിട്ട്. എനിക്ക് ഒത്തിരി പണി ഇഷ്ടപ്പെട്ടു. ഞാൻ ചുമ്മാ നെയ്ബറുടെ അവിടെ ചെയ്ത് കണ്ടപ്പോൾ അവരോട് പോയി ചോദിച്ചാൽ നിങ്ങൾക്ക് സമയമുണ്ടോ, എനിക്കോട് ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു. അവർ സമ്മതിച്ചു. $200 സമ്മതിച്ചു. പെട്ടെന്ന് തന്നെ വന്ന് അവർ അത് ചെയ്തു തന്നു. ഇതാണ് എയറേഷൻ ചെയ്യുന്ന മെഷീൻ. എയറേഷൻ ചെയ്യുന്ന മെഷീൻ കൊണ്ട് അതിൽ അതിനകത്ത് ചെറിയ പിന്ന് പോലത്തെ സാധനമുണ്ട്. പിന്നല്ല, ഒരു ഇഞ്ച് 1.5 ഇഞ്ച് നീളമുള്ള പിന്ന് പോലത്തെ സാധനം കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അത് ഇങ്ങനെ മണ്ണിൽ നിന്ന് ഓരോ കുത്തി അങ്ങ് എടുക്കുക ചെയ്യണത്. അപ്പോൾ അതിനകത്ത് കുറച്ച് സ്പേസ് ഉണ്ടാകും. ആ സ്പേസിലാണ് പിന്നെ പുല്ല് വളരുന്നത്. പിന്നെ ചെയ്തത് സീഡിങ് ആണ്. പുല്ലില്ലാത്ത ഭാഗങ്ങളിൽ പുല്ലിൻ്റെ സീഡ് ഇട്ടിട്ട് പോയി. അതുപോലെ ഫെർട്ടിലൈസർ ഇട്ടു. എന്നൊക്കെയായാലും വളരെ പ്രൊഫഷണലായിട്ട് ചെയ്ത് വഴി ചാടിയ ആ മണ്ണിൻ്റെ കട്ട പോലും ക്ലീൻ ചെയ്തിട്ടാണ് അവർ പോയി. അത്രയ്ക്ക് ഭംഗിയായിട്ട് അവർ ചെയ്തു. എനിക്ക് പണി ഒത്തിരി ഇഷ്ടപ്പെട്ടു. അടുത്ത വർഷത്തേൻ്റെ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്പറൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അടുത്ത വർഷം ഇവരോട്ടാകുമോ അറിയാൻ മേല. വേറെ ഏതെങ്കിലും ടീമിനെ കിട്ടും. അതാണ് അമേരിക്കയിലെ സ്പ്രിങ് ക്ലീനിങ് എന്ന് പറഞ്ഞ പരിപാടി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.